തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. 10 മാനുകളാണ് ചത്തിരിക്കുന്നത്. തെരുവുനായയുടെ ആക്രമണത്തിലാണ് ഈ മാനുകൾ ചത്തത് എന്നാണ് നിഗമനം. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഈയിടെ ഏറ്റവും അധികം വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒന്നാണ്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേരള വനം വകുപ്പ് വികസിപ്പിച്ചെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയുമാണ്. മൃഗങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. 336 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്ക് തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാറ്റി സ്ഥാപിച്ചതാണ്. അങ്ങനെയുള്ള ആ പാർക്കിൽ ആണ്, സുവോളജിക്കൽ പാർക്കിൽ ആണ് മാനുകൾ കൂട്ടത്തോടെ ചത്തിരിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സന്ദർശകർക്ക് മൃഗങ്ങളെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ നേരിട്ട് കാണാൻ സാധിക്കും. ഓസ്ട്രേലിയൻ സൂ വിദഗ്ധനായിട്ടുള്ള ജോൺ കോ രൂപകൽപ്പന ചെയ്തതാണ് ഈ മൃഗശാല. മൃഗങ്ങൾക്കുള്ള ആശുപത്രി, പാർക്കിംഗ് സൗകര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 310 കോടി രൂപ ചെലവിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. കിഫ്ബി വഴിയാണ് ഇതിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക സഹായം ലഭിച്ചത്. ഈ പാർക്കിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ 28, 2025 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് അത് ജനുവരിയിൽ വിശദമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് തെരുവുനായയുടെ ആക്രമണമാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരുവുനായയുടെ ആക്രമണം അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സവിശേഷമായ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും വൈവിധ്യങ്ങളുള്ള മൃഗസഞ്ചയത്തെ പാർപ്പിക്കുന്ന സുവോളജിക്കൽ പാർക്കിനകത്തേക്ക് പോലും തെരുവുനായകൾ കടന്നു ചെല്ലുകയും മാനുകളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത് വാസ്തവമാണ് എങ്കിൽ, ഇപ്പോൾ അത് പ്രാഥമിക നിഗമനമായിട്ടാണ് വന്നിരിക്കുന്നത്. വാസ്തവമാണ് എങ്കിൽ അത് ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. തൃശൂർ മൃഗശാലയിൽ നിന്നുള്ള പുലിയും കടുവയും ഒട്ടകപ്പക്ഷിയും അടക്കമുള്ള മൃഗങ്ങളെയെല്ലാം മാറ്റിയിരിക്കുന്നത് ഈ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. എന്ന് മാത്രമല്ല, ഈ സുവോളജിക്കൽ പാർക്ക് ഒരിക്കൽ വലിയ രീതിയിൽ വാർത്തയിൽ നിറഞ്ഞു നിന്നത് അവിടെ ചാർട്ടേഡ് വിമാനം എടുത്തുകൊണ്ട് അതിൽ മൃഗങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയുണ്ടായി. 4 വീതം ജിറാഫ്, സീബ്ര, ആഫ്രിക്കൻ മാൻ വർഗത്തിൽപ്പെട്ട ഇലാൻഡ, ഗ്രീൻ അനാക്കോണ്ട എന്നിവയൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ വിദേശ അതിഥികളൊക്കെ ഉള്ള രീതിയിൽ വിപുലമാക്കുന്ന ഒരു സുവോളജിക്കൽ പാർക്കിൽ ആണ് ഈ പറയുന്ന 10 മാനുകൾ ഇപ്പോൾ ചത്തിരിക്കുന്നത്. അത് ഈ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി കെ രാജൻ ഈ സുവോളജിക്കൽ പാർക്ക് തുറക്കാൻ വൈകുന്നതിനെതിരായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് പ്രതികരിക്കുകയുണ്ടായി. എത്രയും വേഗം പാർക്ക് തുറന്നു കൊടുക്കാൻ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി. തൃശൂർ മൃഗശാലയിലെ ഭൂരിപക്ഷം ജീവികളെയും പുത്തൂരിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് പാർക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജീവികളെ വെർച്വൽ സാങ്കേതിക വിദ്യ വഴി അടുത്ത് കാണാനുള്ള പ്രത്യേക ദൃശ്യാനുഭവം അടക്കമുള്ളവ ഒരുക്കിയിരിക്കുന്ന ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തിരിക്കുന്നു. 10 മാനുകളാണ് ഇന്നലെ രാത്രിയോടെ ചത്ത വിവരം പുറത്തിപ്പോൾ വരുന്നത്. തെരുവുനായകൾ അകത്ത് കയറി ഈ മാനുകളെ ആക്രമിച്ചു എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ള നിഗമനം. യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഉദ്ഘാടന നാടകം മാത്രമാണ്. ഇതിന്റെ ഒരു കാര്യങ്ങളും സുവോളജിക്കൽ പാർക്കിന്റെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല. ഇതൊരു സുരക്ഷാ വീഴ്ചയില്ല. പ്രത്യേകിച്ച് ഒരു സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ തന്നെ 2ാമത്തെ, ഇന്ത്യയിലെ ഏറ്റവും വലുപ്പത്തിൽ 1ാമത്തെ വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ സുരക്ഷാ ഓഡിറ്റിംഗ് ചെയ്യണം. അതുപോലെ സെൻട്രൽ PWDയുടെ പെർമിഷൻ കിട്ടണം. ഈ ബിൽഡിങ്ങുകൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. വലിയ സുരക്ഷാ വീഴ്ചയാണ്. എത്രയോ കുട്ടികളും യാത്രക്കാരും മറ്റേ കാഴ്ചക്കാരുമായിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അവർക്കൊക്കെ അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാവും.
അപ്പോൾ ഈ മറ്റേ പട്ടിക്കൂട്ടം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മൃഗങ്ങൾക്കും പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് വരുന്ന അവസ്ഥയല്ലേ? അപ്പൊ ഈ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താത്തതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അപ്പൊ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ ഈ മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. ഈ മൃഗങ്ങളെ കൊണ്ടുവരാൻ 26 ഡിസംബറോടുകൂടി അതിന്റെ കാലാവധി കഴിയും. 6 മാസമാണ് അതിന്റെ കാലാവധി കഴിയും. 460 മൃഗങ്ങളെ കൊണ്ടുവരാണ്ട് ആ കൊണ്ടുവരാത്ത എന്താ? ഇവിടെ കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ഒരുക്കാതെയാണ് ഈ ഉദ്ഘാടനം നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ്, ഒരു നാടകമാണ് ചെയ്തത്. അനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന വ്യക്തികൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഉദ്ഘാടനം ജനുവരിയിൽ നടക്കാനിരിക്കെ ഇവിടെ മൃഗങ്ങളെയെല്ലാം എത്തിച്ചു എന്നിരിക്കെ തന്നെ ആ മൃഗങ്ങളെ പുറത്തുനിന്ന് നായകൾക്ക് എത്തി ആക്രമിക്കാൻ കഴിയും എങ്കിൽ തിരിച്ച് മൃഗങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് ഇറങ്ങാവുന്ന അവസ്ഥ വരും. അങ്ങനെ സിംഹവും പുലിയും അടക്കമുള്ളവ ഉള്ളതായി കരുതപ്പെടുന്ന ഈ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ ഈ രീതിയിൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രതികരണം നൽകുകയായിരുന്നു അവർ. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ് ആന്റണി, ഇപ്പോൾ സംസാരിച്ചവർ ആരാണ്? രാഷ്ട്രീയ പ്രവർത്തകരാണോ അതോ നാട്ടുകാർ മാത്രമാണോ? മനേഷ്, ഇപ്പോൾ സംസാരിച്ചത് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ്. അതിലുപരി പൊതുപ്രവർത്തകൻ കൂടിയാണ്. നമുക്കറിയാം, ടോൾ പ്ലാസ വിഷയത്തിലൊക്കെ കോടതിയിൽ ഹർജി പോയി കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. സുപരിചിതനായ വ്യക്തിയാണ്. നാട്ടിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ 10 മാനും അതുപോലെ ഒരു കേഴമാനും ഉൾപ്പെടെ കൊല്ലപ്പെട്ട എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് വിവരം പുറംലോകം അറിയുന്നത് തന്നെ. അതായത് ഈ മാനുകൾ അധിവസിച്ചിരുന്ന സ്ഥലത്തേക്ക് തെരുവുനായ കൂട്ടം ചാടിക്കടന്ന് മാനുകളെ കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച KPCC സെക്രട്ടറി ഷാജി കോടങ്കടത്ത് പറയുന്നത്, അതായത് കോൺഗ്രസ് ഉൾപ്പെടെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ 28-നാണ് വലിയ രീതിയിലുള്ള വലിയ ഉത്സവ പ്രതിച്ഛായയിൽ ഉദ്ഘാടനം നടത്തിയത്. മുഖ്യമന്ത്രി നേരിട്ടെത്തിയായിരുന്നു ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത്. നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ വലുപ്പത്തിൽ 2ാമത്തെയും ഇന്ത്യയിൽ 1ാമത്തെയുമായിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് ഈ പുത്തൂരിലേത്. അന്ന് തന്നെ ഈ ഉദ്ഘാടന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് വലിയ ആരോപണമായി രംഗത്തെത്തിയത് പണി പൂർത്തിയാക്കാതെയുള്ള എലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് നടത്താൻ പോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉൾപ്പെടെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. അത് തന്നെയാണ് അവർ ഇപ്പോഴും സ്ഥിരീകരിക്കുന്നത് ഈ ഒരു സംഭവത്തിലൂടെ. കാരണം അതായത് സുരക്ഷാ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത്തരത്തിൽ ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് മതിയായ സുരക്ഷ ഇവിടെ ഉണ്ടോ, അതുപോലെ തന്നെ ഇവിടെ പാർപ്പിച്ചിട്ടുള്ള മൃഗങ്ങൾക്ക് മതിയായ സുരക്ഷ ഉണ്ടോ എന്നത് ഉൾപ്പെടെ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഉൾപ്പെടെ നൽകാതെയാണ് കെട്ടിടം ഇത്തരത്തിൽ പണി കഴിപ്പിച്ചുള്ള പെർമിറ്റ് ലഭിച്ചിട്ടില്ല. മൃഗങ്ങളെ ഇവിടേക്ക് മാറ്റാനുള്ള കാലാവധി ഈ മാസാവസാനത്തോടെ കഴിയുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഷാജി കോടകണ്ടത്ത്. അതായത് സുരക്ഷാ ഓഡിറ്റ് നടത്താതെയാണ് ഇത്തരത്തിൽ പ്രാഥമികമായി കുറച്ച് മൃഗങ്ങളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. 400-ലധികം ഇനം മൃഗങ്ങളെ ഇനിയും ഇവിടേക്ക് എത്തിക്കാനുണ്ട്. അതിനുശേഷം ജനുവരിക്കൊക്കെ ശേഷമായിരിക്കും സന്ദർശകരെ ഇവിടേക്ക് പ്രവേശിക്കുക. പക്ഷേ നിലവിൽ ഇവിടെ പുലികളുണ്ട്. കാരണം വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വനം വകുപ്പ് കൂട് വെച്ച് പിടികൂടുന്ന പുലികൾ ഇവിടെ ക്വാറന്റൈനിൽ താമസിപ്പിച്ചിട്ടുണ്ട്. മാനുകൾ ഇവിടെയുണ്ട്. അതുപോലെ കുറച്ച് മൃഗങ്ങൾ ഇവിടെയുണ്ട് നിലവിൽ. അതായത് ഈ പുത്തൂര് സുവോളജിക്കൽ പാർക്ക് നിൽക്കുന്നത്, ഈ പാർക്ക് വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിന് ചുറ്റുപാടും ജനവാസ മേഖലയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതായത് ഈ തെരുവ് പട്ടികൾ ഈ കൂട്ടിലേക്ക് ചാടിക്കടന്ന് ഇത്തരത്തിൽ മാനുകളെ കടിച്ച് കൊലപ്പെടുത്താനാകുമെങ്കിൽ കൂട്ടിലുള്ള മൃഗങ്ങൾ പുറത്തേക്ക് പോകാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് വലിയൊരു ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന് വേണം നമുക്ക് ഇതിലെ പറയാം. കാരണം ഇവിടെ എത്തിച്ച മൃഗങ്ങൾക്ക് മതിയായ സുരക്ഷാ സംവിധാനം ഇല്ല എന്ന് തന്നെയാണ് അവയുടെ മരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം പുറത്തുനിന്ന് ഈ തെരുവുപട്ടികളെ പോലുള്ള വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ നാട്ടിലുള്ള മൃഗങ്ങൾ ഇത്തരത്തിൽ കൂട്ടിലേക്ക് ചാടിക്കടന്ന് അവയെ കൊലപ്പെടുത്താനാകുമെങ്കിൽ മതിയായ സുരക്ഷ ഇവിടെ ഇല്ല. സുരക്ഷാ ഓഡിറ്റിംഗ് പൂർത്തിയാക്കാത്തതിന് മുൻപ് തന്നെ ഇത് ഒരു ഉദ്ഘാടന മഹാമകം, അതായത് ഉദ്ഘാടന നാടകം ആക്കിയിട്ടാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളതിന് തെളിവ് ഇത് തന്നെയാണ്. അതായത് ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച
അതുപോലെ ചുറ്റിലും ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, പുലി ഉൾപ്പെടെ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ ഇവിടെയുണ്ട്. ഇതിന് പുറത്തേക്ക് ചാടിക്കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ അതൊരു വലിയ ദുരന്തത്തിനൊക്കെ വഴിവെക്കുമെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയൊരു പാർക്ക് ഇവിടെ ഉദ്ഘാടനം നടത്തപ്പെടുമ്പോൾ മതിയായ അതിന്റെ കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റ്, അതുപോലെ സുരക്ഷാ ഓഡിറ്റിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് വേണം ഇവിടേക്ക് മൃഗങ്ങളെ മാറ്റാൻ. ഇനി 400-ലധികം ഇനം മൃഗങ്ങൾ ഇവിടേക്ക് മാറ്റാനുണ്ട്. എന്തായാലും സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും വലിയൊരു പാർക്കിലുള്ള 10ഓളം മാനിനെ തെരുവ് പട്ടികൾ ചാടി കടന്ന് കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. മനേഷ്, പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ അധികൃതർ, മൃഗശാല അധികൃതർ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രതികരണം വരേണ്ടതുണ്ട്. മറുപക്ഷത്തിന് പറയാനുള്ളത് കേൾക്കേണ്ടതുമുണ്ട്. തെരുവുനായ തന്നെ കടിച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയും വരുത്തേണ്ടതുണ്ട്, അല്ലേ? മനേഷ്, ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ ലഭിച്ചിട്ട് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഈ പാർക്കിന്റെ ഡയറക്ടറെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഒരു മാധ്യമപ്രവർത്തകൻ. അതായത് ഇന്നലെ രാത്രി ഇത്തരത്തിൽ മാനുകളെ കൊലപ്പെടുത്തി എങ്കിൽ ഇന്ന് രാവിലെ 11 മണി ആയിട്ടും ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു ഇതാണ്. ഒരുപക്ഷെ അത് മാധ്യമങ്ങളിൽ നിന്നും ഈ സംഭവം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുകൂടി അതിൽ കരുതേണ്ടി വരും. എന്തായാലും മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് പുത്തൂർ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിനകത്തേക്കുള്ള പ്രവേശനം ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇനി ഒരുപക്ഷെ ഇവിടുത്തെ സ്ഥലത്തെ MLA-യും മന്ത്രിയും ഒക്കെയായ മന്ത്രി രാജൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അനീഷ് ആന്റണി, മന്ത്രി കെ രാജനുമായി ബന്ധപ്പെട്ട അനീഷ് ആന്റണി തന്നെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്ന്, ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു കൊടുക്കുന്നതിലെ കാലതാമസവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അത് തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അത് തുറന്നു കൊടുക്കാൻ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്ത് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ച പറയാമോ? തീർച്ചയായും മനേഷ്, കഴിഞ്ഞ 28-ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ വലിയ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത്, വനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് ഇതിന്റെ പാർക്കിന് ഉദ്ഘാടനം നടത്തിയെങ്കിലും പാർക്ക് പൊതുജനങ്ങൾക്കായി ഇപ്പോഴും തുറന്നു നൽകിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവിടെ പണികൾ ഇനിയും ഒരുപാട് പൂർത്തീകരിക്കാനുണ്ട്. 400-ലധികം ഇനം മൃഗങ്ങളെ വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ഇവിടേക്ക് എത്തിക്കാനുണ്ട്. പ്രധാനമായും തൃശ്ശൂർ മ്യൂസിയത്തിലെ, തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളെ ഉൾപ്പെടെ ഇങ്ങോട്ട് മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് ഭൂരിപക്ഷം മൃഗങ്ങളും ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. അതിന് മാറ്റണമെങ്കിൽ ഇവിടെ പണികൾ പൂർത്തീകരിക്കണം. മതിയായ ജീവനക്കാരെ നിയമിക്കണം. മതിയായ സംവിധാനങ്ങൾ നൽകണം. അതിന് അനുമതി വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. ഇവിടെ നിരവധി ആളുകൾ അത്തരത്തിൽ പാർക്ക് തുറന്നു നൽകിയാൽ വരും. അവരുടെ സുരക്ഷ കണക്കിലെടുക്കണം. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സന്ദർശകരുടെ സുരക്ഷ വേണം, മൃഗങ്ങൾക്ക് സുരക്ഷ വേണം. അതുകൊണ്ട് അത്തരം പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ ഇവിടേക്ക് ഇത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കൂ. അത് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് ഒരു ഉദ്ഘാടന നാടകം നടത്തി തെരഞ്ഞെടുപ്പിലെ മുന്നിൽ കണ്ട ഒരു ഉദ്ഘാടന നാടകമാണ് ഇവിടെ അരങ്ങേറിയത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. മനീഷ്, ശരി, തൃശ്ശൂരിലെ മൃഗശാലയുടെ അവസ്ഥ എന്താണ്? അതായത് തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ ഇതിനകം പുത്തൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ വന്നവയാണോ ഈ മാനുകൾ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധനയിലെ മനസ്സിലാക്കാൻ കഴിയുമല്ലേ? എങ്കിൽ പോലും തൃശ്ശൂരിലെ മൃഗശാലയിൽ നേരത്തെ ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ അംഗസംഖ്യ അതേപോലെ തന്നെ തുടരുന്നുണ്ടോ, അതോ കുറവാണോ? മലേഷ്യ തൃശ്ശൂരിലെ മൃഗശാല ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. അവിടെ തന്നെയാണ് ഇപ്പോഴും മൃഗങ്ങളുടെ സിംഹം ഉൾപ്പെടെ, പുലി ഉൾപ്പെടെ, കരടി ഉൾപ്പെടെ, മറ്റു മൃഗങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിലെ മൃഗശാല തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ തന്നെയാണ് സന്ദർശകർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മൃഗങ്ങളെ മാറ്റാൻ ഇവിടെ എല്ലാ പണികളും പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണികൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ജീവനക്കാരെ വെക്കണം, മതിയായ ജീവനക്കാർ വേണം, അതുപോലെ കേന്ദ്രത്തിന്റെ അനുമതി വേണം, അതുപോലെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം, കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ മൃഗങ്ങളെ ഇങ്ങോട്ട് മാറ്റാൻ ആകൂ. കാരണം മൃഗങ്ങളെ പരിപാലിക്കാൻ മതിയായ ജീവനക്കാർ വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കണം, മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം, മറ്റ് കെട്ടിടങ്ങളുടെ പണികൾ പൂർത്തീകരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടെ ബാക്കിയുണ്ട്. അതിന് ശേഷം മാത്രമേ തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് ഉൾപ്പെടെ ഇന്ത്യയിലും വിദേശത്തു നിന്നും ഉൾപ്പെടെ മൃഗങ്ങളെ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നടക്കും. നിലവിൽ ഇപ്പോൾ വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന
പിടിക്കാവുന്ന മൃഗങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടുന്ന ആ പുലികൾ ഇവിടെ ക്വാറന്റൈനിൽ എത്തിച്ച് പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മാനുകളുണ്ട്. അതിൽ പെട്ട 10 മാനുകളെയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ തെരുവനായ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പക്ഷെ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല. മനീഷ്, അതെ, എന്തായാലും ഈ തെരുവുനായകൾ തന്നെയാണ് ഇത് ചെയ്തതെങ്കിൽ തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകളെ കൂട്ടക്കൊലപാതകം ചെയ്തു നായകൾ എന്ന് പറയേണ്ടി വരും. അത് സ്ഥിരീകരിക്കപ്പെടുകയാണ് എങ്കിൽ. ഇനി സ്ഥിരീകരിക്കപ്പെടാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം, മാനുകൾ കൂട്ടത്തോടെ ചത്തിരിക്കുന്നു തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വലിയ മൃഗശാല എന്നുള്ള വലിയ വിശേഷണത്തിനൊക്കെ അർഹമായിട്ടുള്ള രീതിയിൽ, ആ രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പാർക്കിൽ അത് തുറന്ന് പ്രവർത്തിക്കാനിരിക്കെ, ജനങ്ങൾക്ക് പ്രവേശനം നൽകാനിരിക്കെ, ജനുവരിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാനിരിക്കെ അവിടുത്തെ മാനുകൾ കൂട്ടത്തോടെ ചത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കാൻ പോകുമായിരുന്ന ഒരു ഇടമാണ് ഇത്. പക്ഷേ അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് മാറുമോ എന്നുള്ള സംശയവുമുണ്ട്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സീബ്രകളെയും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ചില പ്രത്യേകതരം മൃഗങ്ങളെയും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് പണം കൊടുത്താൽ മാത്രം ലഭ്യമാവുന്ന ഒന്നല്ല. മറിച്ച് കൊണ്ടുവരുന്നവയെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആഗോളതലത്തിൽ നോക്കിയിട്ടായിരിക്കും കൊണ്ടുവരിക. അത്തരം കാര്യങ്ങളിൽ ഇതൊരു തടസ്സമായി മാറുമോ എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ തുടർച്ച പിന്നീട് അനീഷ് ആന്റണി നൽകും. തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണിയെ ആണ് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത വാർത്ത, അത് തെരുവുനായയുടെ ആക്രമണം കൊണ്ടാണ് എന്നുള്ള നിഗമനത്തോടു കൂടിയുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.